സോഷ്യൽ മീഡിയ ഇപ്പോൾ തീപ്പൊരി പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തരംഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. കേൾക്കുമ്പോൾ കൗതുകവും ഒപ്പം അല്പം ചിരിയും തോന്നുമെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഈ പേജിലെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇപ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് മില്യണുകൾ കടന്ന് മുന്നേറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നും എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം ആളുകളിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിയത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കേവലം ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ ട്രോൾ പേജ് എന്ന രീതിയിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ഫോളോയിങ് നേടിയെടുക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതങ്ങളെ കൃത്യമായി ഉപയോഗിച്ചും ആളുകളുടെ വിനോദനത്തിലുള്ള താല്പര്യത്തെ മുതലെടുത്തുമാണ് ഈ പേജ് ഇത്രയും വലിയൊരു വിജയമായി മാറിയത്. ഇൻസ്റ്റാഗ്രാമിൽ 12 മില്യൺ ഫോളോവേഴ്സ് എന്നത് പല പ്രമുഖ വ്യക്തികൾക്കോ വലിയ ബ്രാൻഡുകൾക്കോ പോലും വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അവിടെയാണ് വ്യത്യസ്തമായ ആശയവുമായി വന്ന് ഈ കൂട്ടർ സോഷ്യൽ മീഡിയ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആളുകൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ തുടക്കം മെയ് 15-ാം തീയതി രാജ്യത്തെ പരമോന്നത നീതിപീഠനത്തിൽ നിന്നുണ്ടായ ഒരു പരാമർശത്തിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായവരെ കൂറകൾ അഥവാ കോക്രോച്ചുകളോട് ഉപമിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ വെറും കൂറകളാണ് അല്ലെങ്കിൽ പാരസൈറ്റുകൾ ആണെന്ന രീതിയിലുള്ള ഈ പ്രസ്താവന രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും രോഷത്തിനും കാരണമായി. രാജ്യത്തെ എന്തുകൊണ്ട് യുവാക്കൾക്ക് ജോലിയില്ല, പണപ്പെരുപ്പവും സാധനവിലയും എന്തുകൊണ്ട് ഇത്രയധികം കൂടുന്നു എന്നതിനെക്കുറിച്ചൊന്നും കണ്ണു തുറക്കാതെ ചോദ്യം ചോദിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരെയും ഇത്തരത്തിൽ അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ രംഗത്തിറങ്ങിയത്. ഇതിന് തികച്ചും ഹാസ്യരൂപേണയും ഡിജിറ്റൽ പരമായും മറുപടി നൽകാൻ അഭിജിത്ത് ദീപ് കെ എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മുന്നേറ്റം ആരംഭിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പരിഹാസത്തെ അതേപടി ഏറ്റെടുത്തുകൊണ്ട് അവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളും ആരംഭിച്ചു. വെറും 2 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പേജ് ഫോളോ ചെയ്തത്. ഡിജിറ്റൽ സ്പേസിലെ അനാവശ്യ തർക്കങ്ങളിൽ മടുത്ത ആളുകൾക്കും രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ പ്രതിഷേധിച്ച് വോയിസ് ഇല്ലാത്തവരായി അടിച്ചമർത്തപ്പെട്ട യുവാക്കൾക്കും ഇതൊരു വലിയ ആശ്വാസവും ഒത്തുചേരലുമായി മാറി. തൃണമൂൽ കോൺഗ്രസിന്റെ മഹുബ മൈത്ര അടക്കമുള്ള പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഈ ഒരു പ്രതിഷേധ രീതിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു സാധാരണ ട്രോൾ പേജിനപ്പുറം വലിയൊരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും വളരെ കൃത്യവും ശക്തവുമായ 5 പ്രധാന മാനിഫെസ്റ്റോയാണ് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ജഡ്ജിമാർ വിരമിച്ച ശേഷം ഭരണകക്ഷിയുടെ സഹായത്തോടെ രാജ്യസഭാ എംപിമാരാകുന്ന പരിപാടി അവസാനിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ തടയുകയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി മണ്ഡലം പുനർനിർണയം എന്ന പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന പരിപാടികൾ നിർത്തിവെച്ച് ലോകസഭയിലും രാജ്യസഭയിലും വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നാലാമതായി രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന ഗോഡി മീഡിയ സംസ്കാരം അവസാനിപ്പിച്ച് പൂർണ്ണമായ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നതാണ് ഇവരുടെ മാനിഫെസ്റ്റോ. അഞ്ചാമതായി ജനപ്രതിനിധികളുടെ കൂറുമാറ്റത്തിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരികയും കൂറുമാറുന്നവരെ 20 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്യുക എന്നിവയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ. വളരെ ലളിതമായി തോന്നുമെങ്കിലും ഈ മുന്നേറ്റത്തിന്റെ ജനപ്രീതി കണ്ട് ഭരണകൂടങ്ങൾ പോലും ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. കാരണം ഈ പാർട്ടിയുടെ വെബ്സൈറ്റുകളും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളും ഹാക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. ഇതിന്റെ വക്താക്കൾ തന്നെ ലൈവിൽ വന്ന് തങ്ങളുടെ അക്കൗണ്ടുകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് നീറ്റ് പരീക്ഷ അട്ടിമറി പോലുള്ള ഗുരുതരമായ വിഷയങ്ങൾ നടക്കുമ്പോൾ യുവാക്കളുടെ ഭാവി ചോദ്യചിഹ്നമാവുകയും അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കൂറകളായി കാണുകയും ആ കൂറകൾ ഇനിയും പെറ്റുപെരുകുമെന്നും അവർ രാജ്യമാകെ പടരുമെന്നുമാണ് ഈ പ്രസ്താവനയിലൂടെ യുവാക്കൾ കാണിച്ചു തരുന്നത്.
ഡിജിറ്റൽ യുഗത്തിൽ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിഷേധമാക്കി മാറ്റാം എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഈ പേജിന്റെ വളർച്ച സോഷ്യൽ മീഡിയയെ സ്വാധീനിച്ചെത്തിയും അതിലെ സാധ്യതകളെ കുറിച്ച് പുതിയൊരു ചർച്ചയ്ക്ക് തന്നെ വഴി തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ പേജ് പുതിയ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം എന്താണെന്നും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.